ഡോക്ടർ അബ്ദുൽ കലാം ഇപ്രകാരമാണ് പ്രസ്താവിച്ചിട്ടുള്ളത്: ദിവ്യമായ ഒരു അഗ്നിജ്വാലയും ഹൃദയത്തിലേന്തിക്കൊണ്ടാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത്. ആ അഗ്നിക്ക് ചിറകുകൾ നൽകുവാനും അതിൻ്റെ നന്മയുടെ ദീപ്തി കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനും ഉള്ളതാകട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാം. എല്ലാ മനുഷ്യരും തികഞ്ഞ ഗുണഗണങ്ങളോടെയാണ് ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത്. എല്ലാവർക്കും കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ കഴിവുകളെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുമ്പോഴാണ് അപകർഷതാബോധത്തിലേക്ക് വീണു പോകാറുള്ളത്. പലപ്പോഴും അപകർഷതാബോധം ശാന്തമായ മനസ്സിന് ഒരു ഭീഷണി ഉയർത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപകർഷതാബോധത്തിലേക്ക് നീങ്ങുമ്പോൾ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകുവാൻ കഴിയില്ല. വ്യത്യസ്തമായ തലങ്ങളിൽ ശരിയായ രീതിയിൽ എൻ്റേതായ കഴിവ് പ്രതിഫലിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ എന്നും നിരാശയുടെയും ചോദ്യചിഹ്നങ്ങളുടെയും സാഹചര്യത്തിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപര്യാപ്തത, മൂല്യമില്ലായ്മ, അരക്ഷിത അവസ്ഥ എന്നിവ അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായി കാണുവാൻ കഴിയും. അപര്യാപ്തമായ മനസ്സ്, എനിക്ക് വേണ്ട രീതിയിൽ മെച്ചമായ സാഹചര്യങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം, മൂല്യമില്ലാത്ത ഒരു ജീവിതശൈലി, എൻ്റേതായ ജീവിതം കൊണ്ട് ഒരു മൂല്യവുമില്ല, ഒരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ, എന്നിലൂടെ മെച്ചമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ, ഇത്തരം ചിന്തകൾ പലപ്പോഴും അപകർഷതാബോധത്തിലേക്കും പലപ്പോഴും തന്നെ കൊച്ചായി കാണുന്ന ആ ഒരു സാഹചര്യത്തിലേക്കുമാണ് നീങ്ങുന്നത്. ഇത്തരം മാനസിക അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഇത്തരം മാനസികാവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത് എങ്കിൽ നമ്മിൽ ലഭിച്ചിരിക്കുന്ന, നമ്മിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ ശ്രേഷ്ഠകരമായ നിലയിൽ നമുക്ക് നയിക്കുവാൻ കഴിയില്ല. എന്നിലുള്ള കഴിവുകളെ ഒന്ന് ഷാർപ്പൻ ചെയ്യുവാൻ, ഒന്ന് മൂർച്ച കൂട്ടുവാൻ, മെച്ചപ്പെടുത്തുവാൻ ഈ അപകർഷതാബോധമുള്ള മനസ്സിന് ഒരിക്കലും സാധ്യമല്ല. അപകർഷതാബോധം പല തലങ്ങളിലും മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലൂടെയും ചുറ്റുപാടുകളിലൂടെയും എത്രയോ കഴിവുള്ളവർ എന്നിൽ ഒരു കഴിവുമില്ല എന്ന് ചിന്തിച്ച് പലപ്പോഴും തന്നിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. എന്നെക്കൊണ്ട് കഴിവില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ. ഈ അപകർഷതാബോധം പല തലങ്ങളിലാണ് മനുഷ്യരെ ഭരിക്കാറുള്ളത്. പല നിലകളിലും തലങ്ങളിലും പല ചുറ്റുപാടുകളിലേക്കും അപകർഷതാബോധം നയിക്കാറുണ്ട്. ഒന്നാമതായി അഭിമാന പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അഭിമാനം എന്ന് പറയുമ്പോൾ അഭിമാനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അഭിമാനത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ഇടപെടുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മെച്ചകരമായ ജീവിതശൈലി നയിക്കുക. ഇത്തരം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജീവിത യാഥാർത്ഥ്യമായ, ഇത്തരം ഉള്ളിൻ്റെ ഉള്ളിലുള്ള സന്തോഷകരമായ സാഹചര്യത്തെ പൂർണ്ണമായും മാറ്റുവാൻ തക്കവണ്ണം അപകർഷതാബോധത്തിന് കഴിയും. എപ്പോഴാണോ എന്നെ ഞാൻ കൊച്ചായി കാണുവാൻ ശ്രമിക്കുന്നത്, എന്നിലുള്ള കഴിവ് ശരിയായ രീതിയിൽ കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നത്, അത്തരം സാഹചര്യങ്ങളിൽ ധാരാളം അപകർഷതാബോധങ്ങളിലേക്കുള്ള നീക്കം എന്നെ ബാധിക്കുകയും പലപ്പോഴും എൻ്റെ ചിന്തകൾ അഭിമാനത്തിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടാറുണ്ട്. അഭിമാനം എപ്പോഴും നമ്മുടെ ജീവിതത്തെ യശസ്സിലേക്ക് ഉയർത്തുന്നതാണ്. ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ചവിട്ടുപടിയായിട്ട് കയറുവാനുള്ള പ്രേരക ശക്തിയാണ് അഭിമാനം എന്നുള്ളത്. ആദരവ്, അഭിമാനം ഇവയൊക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ട യാഥാർത്ഥ്യമാണ്. അഭിമാനത്തോടെ കാണുക, അഭിമാനത്തോടെ വീക്ഷിക്കുക, അഭിമാനത്തോടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും സന്തോഷമുള്ള കാര്യമാണ്. അത്തരം സന്തോഷമുള്ള കാര്യങ്ങളെ പൂർണ്ണമായും മാറ്റുവാൻ തക്കവണ്ണം അഭിമാനം ഇല്ലാത്ത സാഹചര്യങ്ങൾ
പലപ്പോഴും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. ഇത്തരം അപകർഷതാബോധം ഈ ആത്മാഭിമാനത്തെ തച്ചുടയ്ക്കുകയും ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത്. ധാരാളം കഴിവുണ്ടാകാം, പക്ഷേ എൻ്റേതായ പ്രശ്നം കൊണ്ട് മറ്റ് പലതിനെയും കുറിച്ച് വ്യാകുല ചിത്തതയോടുകൂടെ എനിക്ക് ഇന്നത് കുറവുണ്ട് എന്ന് ചിന്തിച്ച് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പലപ്പോഴും അഭിമാനം ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളത്. അഭിമാനത്തോടെ, തൻ്റെ ഇടത്തോടെ എനിക്ക് എൻ്റേതായ സ്പേസ് ഉണ്ട്, ആ എൻ്റേതായ സ്പേസ് ശരിയായി കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കഴിയുമ്പോഴാണ് അപകർഷതാബോധത്തെ നീക്കം ചെയ്യുവാൻ ഇടവരുന്നത്. രണ്ടാമത്തെ ചിന്ത എന്നത് നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യം. എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടും നഷ്ടങ്ങൾ മാത്രം ചികഞ്ഞെടുത്ത് അവയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന സാഹചര്യം പലപ്പോഴും അപകർഷതാബോധത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. നഷ്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളായി വീണ്ടും വീണ്ടും ചിന്തിച്ചെടുക്കുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടാകുമ്പോൾ അത്തരം കുറവുകൾ ഏറ്റവും വലുതായി കണ്ടുകൊണ്ട് ജീവിതത്തെ തകർക്കുന്ന സാഹചര്യങ്ങളാണ് ഏറെ ഉണ്ടാകുന്നത്. നഷ്ടങ്ങൾ പലപ്പോഴും നേട്ടങ്ങളിലേക്കുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളായി തിരിച്ചറിയുവാൻ കഴിയണം. നഷ്ടങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ അത് എല്ലാം ഉള്ള അവസ്ഥയിലേക്ക് നയിക്കപ്പെടുവാനുള്ള പ്രേരക ശക്തിയായിട്ടാണ് കാണേണ്ടത്. അതല്ലാതെ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട്, പരാജയങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട്, എനിക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് വേദനിക്കുന്ന മനസ്സ് ആണെങ്കിൽ അതെപ്പോഴും അപകർഷതാബോധത്തിലേക്കാണ് നയിക്കുന്നത്. ഇത്തരം ചിന്തകൾ അപകർഷതാബോധത്തിൻ്റെ അവസ്ഥയെ കുറെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും അപകർഷതാബോധത്തിലേക്ക് തള്ളിയിടുന്ന സാഹചര്യങ്ങൾ ധാരാളമായി സൃഷ്ടിക്കപ്പെടാറുണ്ട്. നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തയല്ല വേണ്ടത്, എനിക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ അപകർഷതാബോധത്തെ അതിജീവിക്കുവാൻ കഴിയണം. പലപ്പോഴും പരാജയം സംഭവിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട്. പലപ്പോഴും ഉദ്ദേശിച്ച കാര്യങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ അപ്പോഴും മനസ്സ് പതറാറുണ്ട്. പെട്ടെന്ന് മനസ്സ് തന്നിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് പറയാറുണ്ട്, എൻ്റെ ജീവിതം ഇത്രയും പരാജയമായി പോയി എന്ന്. അല്ലെങ്കിൽ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ജീവിതത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ അവയെല്ലാം ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് മുഖാന്തരം എന്ന് ചിന്തിക്കുകയും ചില സാഹചര്യങ്ങളിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്, കുറച്ച് കാത്തിരിപ്പിൻ്റെ ആവശ്യമുണ്ട്. അവിടെ ധൃതി വെച്ചുകൊണ്ടുള്ള മുന്നേറ്റം അല്ല, അതിനേക്കാൾ അപ്പുറമായി നഷ്ടങ്ങളും പരാജയങ്ങളും വരുമ്പോൾ സമചിത്തതയോടുകൂടെ ഈ അപകർഷതാബോധത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുകയാണ് ജീവിതത്തിൽ അഭികാമ്യമായ കാര്യം. മൂന്നാമതായി, മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തൽ. പലപ്പോഴും താരതമ്യപ്പെടുത്തൽ എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ നാശമായിട്ട് കാണുവാൻ കഴിയും. എനിക്കുള്ള കഴിവല്ല മറ്റുള്ളവർക്കുള്ളത്, മറ്റുള്ളവർക്കുള്ള കഴിവല്ല എനിക്കുള്ളത്. ദൈവം പല തലങ്ങളിൽ പല കഴിവിനുടമകളായി എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യമാണ് ഈ താരതമ്യപ്പെടുത്തലിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള പ്രതിവിധിയായിട്ട് കാണുവാൻ കഴിയേണ്ടത്. താരതമ്യപ്പെടുത്തലിലൂടെ നമ്മുടെ കഴിവ് കൂടുകയല്ല, കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മിലുള്ള ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുകയല്ല, അത് നേരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. താരതമ്യപ്പെടുത്തലിലൂടെ പലപ്പോഴും അസൂയയുടെ മനോഭാവം ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താരതമ്യപ്പെടുത്തലിലൂടെ ജീവിതം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. താരതമ്യപ്പെടുത്തലിലൂടെ എന്നെക്കാൾ മെച്ചമായ ഒരു ജീവിതം അവർ അഭിമുഖീകരിക്കുന്നു, അവർ അനുഭവിക്കുന്നു എന്ന ചിന്തയിലൂടെ സ്വയം ഞാൻ കുറഞ്ഞു വരുന്ന ആ ഒരു മനോഭാവത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അപകർഷതാബോധത്തിൻ്റെ തോത് ധാരാളമായി എന്നിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവരിലേക്കുള്ള ശ്രദ്ധ
എന്നിൽ കൂടുന്നതിന് അനുസരിച്ച് എൻ്റേതായ കഴിവ് കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരിൽ നിന്ന് എനിക്കെന്താണോ സ്വന്തമാക്കാൻ കഴിയുന്നത്, ഏതെല്ലാം തലങ്ങളിലാണോ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും വിജയകരമായി നീങ്ങുവാൻ കഴിയുന്നത്, അവരിലുള്ള പോസിറ്റീവ് എനർജി ഞാൻ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അപകർഷതാബോധത്തെ അതിജീവിക്കുന്നതിനും ജീവിതത്തെ എൻ്റേതായ നിലയിൽ മെച്ചകരമാക്കുന്നതിനും കഴിയുന്നത്. ഒരിക്കലും മറ്റുള്ളവരുമായുള്ള താരതമ്യപ്പെടുത്തൽ, മറ്റുള്ളവരുമായുള്ള ആ ഒരു സാമ്യപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. അതെത്രത്തോളം താരതമ്യപ്പെടുത്തുന്നുവോ അതിനനുസരിച്ച് അപകർഷതാബോധത്തിൻ്റെ തോത് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നാല്, നിഷേധാത്മകമായ സ്വയം സംസാരം. എന്നോട് തന്നെയുള്ള ഒരു സെൽഫ് ടോക്ക്, അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാൻ സ്വയം സംസാരിക്കുക പലപ്പോഴും അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞാൻ എന്നോട് തന്നെ എനിക്കിഷ്ടമില്ലാത്ത, എനിക്ക് വളർന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോട്ട് സംസാരിക്കുന്ന ആ ഒരു വിചിന്തനം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കിനെ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിക്കുക. പകരം പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്നിലേക്ക് നിറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകണം. നെഗറ്റീവായ ഘടകങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തുവാനുള്ള ഒരു പ്രേരക ശക്തി എന്നിൽ ഉണ്ടാകണം. എപ്പോഴാണോ മറ്റുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നത്, അതെൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ചവിട്ടുപടിയായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെയാണ് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ടോക്ക് എൻ്റെ ഉള്ളിലൂടെ ഉണ്ടാകുവാൻ ഇടവരുന്നത്. നെഗറ്റീവ്സിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പോസിറ്റീവ്സിന് മാത്രം, അനുകൂലമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ മാത്രമേ അപകർഷതാബോധത്തെ ഒഴിവാക്കുവാൻ കഴിയുകയുള്ളൂ. പല ടീനേജിലുള്ള, യൂത്തിലുള്ള പല കുട്ടികളും, പലരും ഇന്ന് ലഹരിക്ക് അടിമപ്പെടാറുണ്ട്. ജീവിതത്തെ സന്തോഷകരമായി നയിക്കുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും എൻ്റെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പലതിനും അടിമപ്പെടാറുണ്ട്. പഠനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് പഠനത്തിൽ ബാക്കിൽ ആകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും തന്നിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുവാൻ, നെഗറ്റീവായിട്ട് ഇടപെടുവാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥവും ഇല്ലാതെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് അടിമപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നിലുള്ള നെഗറ്റീവ്സിനെ 1 by 1 ആയിട്ട് മാറ്റുവാൻ കഴിയണം. നെഗറ്റീവ്സിനെ മാറ്റിക്കഴിയുമ്പോൾ മാത്രമാണ് പോസിറ്റീവ്സ് കൊണ്ട് മനസ്സ് നിറയ്ക്കുവാൻ കഴിയുന്നത്. പോസിറ്റീവ്സ് കൊണ്ട് മനസ്സ് നിറയ്ക്കുമ്പോൾ അത് മുഖത്ത് പ്രതിഫലിക്കുവാൻ കഴിയും. കാര്യങ്ങൾ ചെയ്യുന്നത് സജീവമായി ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടാകും. ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടും ചിട്ടയോടും കൂടെ ചെയ്യുവാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇടവരും. ഇതിലേതെങ്കിലും ഒരു തലത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുകയും പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിലൂടെ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു അപകർഷതാബോധത്തിലേക്ക് നീങ്ങുവാൻ ഇടവരും. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് അലസതയിലേക്കും ഉത്തരവാദിത്വമില്ലായ്മയിലേക്കും നയിക്കുന്നത്. മടിയുള്ള ജീവിതം, പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര സമയം പഠിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയേക്കാൾ അപ്പുറമായി എങ്ങനെയൊക്കെ പഠിച്ചാലും എങ്ങനെയും രക്ഷപ്പെടാം എന്നുള്ള ഒരു അലസ ചിത്തത പലപ്പോഴും കുട്ടികളെ ഭരിക്കാറുണ്ട്. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാണ്. ദീർഘസമയം ഉറങ്ങുക, മറ്റു കാര്യങ്ങൾ ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ, ശ്രദ്ധ ഉള്ളതായി ചെയ്യാൻ കഴിയാതെ വണ്ണം ജീവിതത്തെ തകർച്ചയിലേക്ക് നയിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അടിമ ആകാൻ കാരണമെന്ന് പറയുന്നത് നിഷേധാത്മകമായ സ്വയം സംസാരത്തിന് ഇടവരുന്നതിലൂടെയാണ്. നെഗറ്റീവ് സെൽഫ് ടോക്ക്
പൂർണ്ണമായും നിർത്തിക്കൊണ്ട് അതിലൂടെ ഉണ്ടാകുന്ന എനിക്ക് കഴിവില്ല എന്ന ചിന്തയെ അതിജീവിക്കുവാനുള്ള ത്രാണി നമ്മിൽ ഉണ്ടാകണം. അപകർഷതാബോധത്തിൻ്റെ 5ാമത്തെ പടി എന്ന് പറയുന്നത് ഒഴിവാകൽ. ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇതിനൊന്നും പ്രാപ്തയല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ. ധാരാളം കഴിവുണ്ടാകാം, പക്ഷേ അത് എന്നെ കൊണ്ട് പറ്റില്ല, മറ്റാർക്കെങ്കിലും കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ചിലപ്പോഴെങ്കിലും ജോലി സ്ഥലത്തിലും അല്ലെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ആത്മീയ കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്ന കൂട്ടായ്മകളിൽ പോലും ഇത്തരം ഒരു ഒഴിഞ്ഞു മാറൽ പ്രവണത ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇടയ്ക്ക് ഒരു കുട്ടിയെ കണ്ടപ്പോൾ മോനെന്തേ പാട്ട് പാടാൻ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഒരു പ്രത്യേക മത്സരത്തിൽ പാടിക്കൊണ്ട് നിന്നപ്പോൾ ജഡ്ജസ് എന്നെ നോക്കി ചിരിച്ചു. മോനത് ഇൻ്റർപ്രറ്റ് ചെയ്തത്, മോനത് വ്യാഖ്യാനിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് പാടാൻ കഴിവില്ല. അവന് പാടാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ജഡ്ജസ് അവൻ്റെ പാട്ട് കേട്ട് ചിരിച്ചത് എന്ന മിഥ്യാധാരണ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ, ഒരുപക്ഷെ ജഡ്ജസ് ചിരിച്ചത് ചിലപ്പോൾ മോൻ നന്നായിട്ട് പാടിയത് കൊണ്ടാകാം, അല്ലാതെ മോൻ പാടാത്തത് കൊണ്ട് എന്ന് ചിന്തിക്കുന്ന പ്രവണത അത് ശരിയാണോ എന്ന് ചോദിക്കുന്നതിനിടയായിത്തീർന്നു. അവൻ അന്ന് പാടിയ അന്ന് മുതൽ എന്നാണോ ആ ജഡ്ജസ് നോക്കി ചിരിച്ചത്, അന്ന് മുതൽ അവൻ പാട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിന് ഇടയായിത്തീർന്നു. അത്തരം ഒരു ഒഴിഞ്ഞു മാറൽ, സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് എന്ന് ചിന്തിച്ച് സ്വയം ഒരു ഒഴിഞ്ഞു മാറൽ പ്രക്രിയ. ഇത്തരം ഒഴിഞ്ഞു മാറൽ പ്രക്രിയ പലപ്പോഴും അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്നതാണ്. കഴിവുകൾ ഏറെ ഉണ്ടാകാം, ഏതെങ്കിലും ഒരു തലത്തിലുള്ള കഴിവ് കുറഞ്ഞു പോയാൽ ഇങ്ങനെയുള്ള ഒഴിഞ്ഞു മാറൽ പ്രക്രിയ എല്ലാ തലങ്ങളിലും അഭിമുഖീകരിക്കുന്നതിന് ഇടയായിത്തീരും. ഈ ഒഴിഞ്ഞു മാറൽ പലപ്പോഴും അപകർഷതാബോധത്തിലേക്ക് നയിക്കപ്പെടാറുണ്ട്. എല്ലാ ചുറ്റുപാടുകളിലും ഈ ഒഴിഞ്ഞു മാറൽ പ്രക്രിയ പലരിലും കാണുവാൻ കഴിയും. ഒഴിഞ്ഞു മാറൽ അല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളെ നന്നായി വിനിയോഗിച്ചുകൊണ്ട് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുമോ, എത്രത്തോളം കാര്യങ്ങളിൽ മെച്ചമായി വരാൻ കഴിയുമോ, അത്തരം കാര്യങ്ങളിൽ മെച്ചമായി വരുന്ന സാഹചര്യങ്ങളാണ് വേണ്ടത്. ചിലപ്പോൾ ചില കഴിവുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ചിലപ്പോൾ കഴിവ് കൂടുതൽ, ചില കാര്യങ്ങളിൽ കൂടുതൽ കഴിവുണ്ടാകാം, ചില കാര്യങ്ങളിൽ കഴിവ് കുറവായിരിക്കാം. അത് അതേ നിലയിൽ അംഗീകരിക്കുവാനുള്ള മിടുക്കാണ് ആവശ്യം. അതല്ലാതെ എനിക്കിന്ന കഴിവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ഒഴിഞ്ഞുമാറൽ അല്ല. മനസ്സിനെ ആ ഒരു അക്സെപ്റ്റൻസ്, ആ ഒരു അംഗീകരണം കൊടുത്തുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നേറുകയാണ് വേണ്ടത്. 6ാമതായി ഉൾവലിയൽ. വ്യത്യസ്ത കഴിവ് നമ്മിൽ അന്തർലീനം ആയിരിക്കുമ്പോൾ അത്തരം കഴിവ് പ്രദർശിപ്പിക്കുവാൻ കഴിയാതെ എൻ്റെ തന്നിലേക്ക് വലിയുന്ന സാഹചര്യങ്ങൾ. ഞാൻ എന്നിൽ തന്നെ ഉൾവലിയാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതം മെച്ചകരമാക്കുവാൻ കഴിയാതെ വരുന്നു. ഉൾവലിയുന്ന സാഹചര്യം പല തലങ്ങളിലും പല പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകാം. ചിലർക്ക് ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ സ്റ്റേജിനെ അഭിമുഖീകരിക്കുവാനുള്ള ആ ഒരു ടെൻഷൻ കാരണം ഉൾവലിയൽ പ്രോസസ്സ് പലപ്പോഴും ഉള്ളിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉൾവലിയൽ പല സാഹചര്യങ്ങളിലും മെച്ചകരമായ ജീവിതശൈലിയിലേക്ക് നീങ്ങുവാൻ കഴിയാതെ വണ്ണം അവരെ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും സാഹചര്യത്തിൽ ആക്കി തീർക്കുന്നു. ഉൾവലിയൽ എപ്പോഴും ഏകാന്തത, ഒറ്റപ്പെടൽ ഈ ജീവിതത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു. ഒറ്റപ്പെടലിലൂടെ, ഏകാന്തതയിലൂടെ സ്വയം തന്നിൽ തന്നെ ലഭിച്ചിട്ടുള്ള കഴിവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ക്രമേണ അപകർഷതാബോധത്തിൻ്റെ വിത്തുകൾ അവിടെ പാകപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം അപകർഷതാബോധത്തിൻ്റെ വിത്തുകൾ ഉള്ളിൽ സ്ഥാപിക്കുന്നുവോ
അതിനനുസരിച്ച് ഈ അപകർഷതാബോധമാണ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഉൾവലിയൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഉൾവലിയൽ പ്രക്രിയ എന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾ അത് മാറി നിൽക്കുവാൻ വേണ്ടി ഉള്ളതല്ല, അകന്നു നിൽക്കുവാൻ വേണ്ടി ഉള്ളതല്ല. എത്രത്തോളം കഴിവുകളും നേട്ടങ്ങളും ലഭിച്ചിട്ടുണ്ടോ, എത്രത്തോളം ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ച് മുന്നിലേക്ക് തന്നെ നീങ്ങുവാനുള്ള പ്രചോദനമാണ് വേണ്ടത്. ഉൾവലിയുന്നതിലൂടെ നമ്മുടെ കഴിവുകൾ മുരടിക്കുന്നു. ഒരു കഴിവും ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. എന്നാൽ ലഭിച്ചിട്ടുള്ള കഴിവ് കുറച്ചുകൂടെ മൂർച്ച കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് നയിക്കണം എങ്കിൽ ഈ ഉൾവലിയിൽ നിന്ന് മോചനം നേടിയേ പറ്റൂ. ഉൾവലിയുന്ന പ്രതിഭാസത്തിൽ നിന്ന് പൂർണ്ണമായ മോചനത്തിലൂടെ എനിക്ക് മുന്നേറേണ്ടുന്ന പാതകളിലൂടെ മുന്നേറുവാനുള്ള ശ്രമമാണ് വേണ്ടത്. ഏകാന്തതയും ഒറ്റപ്പെടലും എന്നിൽ കഴിവില്ല എന്നുള്ള ഫീലിങ്സും അത്തരം ചിന്താഗതികളും മാറ്റിമറിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് പരിശ്രമത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ ധാരാളം കാര്യങ്ങൾ നേടുവാൻ കഴിയും എന്ന ചിന്തയാണ് എപ്പോഴും വേണ്ടത്. അത്തരം ചിന്തയിലൂടെ ജീവിതം നയിക്കുമ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാ ബോധം എന്ന ചിന്തയെ മാറ്റി മുന്നിലേക്ക് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. ഏഴാമതായി, വിമർശനാത്മകമായുള്ള ഇടപെടൽ. സ്വന്തം കഴിവ് പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മറ്റുള്ളവർ വിമർശിച്ചു എന്ന് വരാം. ക്രിറ്റിസിസം എന്നുള്ളത് എല്ലാ തലങ്ങളിലും ഉള്ള ഒരു പ്രചോദനമാണ്. ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിയോടെ എഴുതിയാൽ മാത്രമേ ആ ആർട്ടിക്കിളിന് നല്ല ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ, കാര്യക്ഷമത ഉണ്ടാവുകയുള്ളൂ. അത് നന്നായിട്ട് ഫലപ്രാപ്തിയിൽ എത്തണം എങ്കിൽ ചെറിയ ചെറിയ നിലയിലുള്ള ക്രിറ്റിസിസം അനിവാര്യമാണ്. അതേപോലെ ചിലപ്പോൾ നാം നന്നായി കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും, പക്ഷെ മറ്റുള്ളവരിൽ നിന്നുള്ള വിമർശനാത്മകമായുള്ള ഇടപെടൽ അത് നമ്മെ തളർത്തുന്നത് ആകരുത്, അത് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നത് ആകണം. നമ്മുടെ മെൻറ്റാലിറ്റി പോസിറ്റീവ് വീക്ഷണം ഉള്ളത് ആണ് എങ്കിൽ വിമർശനാത്മകമായുള്ള ഇടപെടലിൽ ഒരിക്കലും നാം തളരില്ല. എപ്പോഴും എന്നിൽ എല്ലാ കഴിവും ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്ന പ്രവണത ഉണ്ടാകരുത്. മറിച്ച് എന്നിൽ കഴിവുമുണ്ട്, അതേപോലെ ഞാൻ എന്നിൽ തന്നെ തിരുത്തുവാനുള്ള ചില കാര്യങ്ങളും ഉണ്ട് എന്നുള്ള വ്യക്തതയും ബോധ്യവുമാണ് അനിവാര്യമായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ നമ്മെ വിമർശിച്ചാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവർ വിമർശിക്കുന്നതിലൂടെ എനിക്ക് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, അതെനിക്ക് പരിഹരിക്കണം എന്നുള്ള ചിന്ത നേടിയെടുക്കണം. അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ വിമർശനം കേൾക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മിലേക്ക് വിമർശനം ഉന്നയിക്കുമ്പോൾ അവിടെ ഡൗൺ ആകുകയും നിൻ്റെ കഴിവ് ഫുള്ളായിട്ട് ആ ഒരു വിമർശനത്തിൻ്റെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയല്ല നമ്മിൽ വേണ്ടത്. വിമർശനാത്മകമായുള്ള ഇടപെടൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മിലേക്ക് വരുമ്പോൾ പുഞ്ചിരിയോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയും ആ വിമർശനത്തെ എങ്ങനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാം, എങ്ങനെ എനിക്ക് അതിജീവിക്കാം എന്നുള്ള കരുത്താണ് നമ്മിൽ വേണ്ടത്. വിമർശനാത്മകമായുള്ള ഇടപെടൽ എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണം. ഈ ഒരു സ്ട്രോങ് ഡിസിഷൻ, ഈ ഒരു ശക്തമായ തീരുമാനമാണ് നമ്മിൽ ആർജിച്ചെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വിമർശനാത്മകമായുള്ള ഇടപെടലിലൂടെ എന്നിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുകയല്ല, എന്നിലുള്ള കുറച്ചുകൂടെ കഴിവ് എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ബോധ്യമാണ് നമ്മിൽ നേടിയെടുക്കേണ്ടത്. ഇത്തരം ചിന്താഗതികൾ നമ്മുടെ അപകർഷതാബോധത്തെ മാറ്റിമറിക്കുകയും എപ്പോഴും ജീവിതത്തെ പോസിറ്റീവായി കണ്ടുകൊണ്ട്, എപ്പോഴും ജീവിതത്തിൻ്റെ ലാക്ക് വ്യക്തമായും മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അതുപോലെ സ്വസ്ഥതയുള്ള ഹൃദയത്തോടുകൂടെ എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ നന്നായി കണ്ടെത്തിക്കൊണ്ട് ജീവിതം മെച്ചകരമാക്കി തീർക്കുവാൻ കഴിയണം.
അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വളരെ സമചിത്തതയോടെ, ഉത്തരവാദിത്വപൂർണതയോടെ ജീവിതം മെച്ചകരമാക്കുവാനുള്ള കരുത്ത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്തോഷമുള്ള, പ്രസന്ന രീതിയിലുള്ള, ആത്മാ അഭിമാനത്തോടെയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അധികമായി അനുഗ്രഹിക്കട്ടെ.